പറയുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നത് ഒന്നും രണ്ടും പേരല്ല, 1000 10,000 കോടി വിശുദ്ധന്മാരുടെ മുമ്പിലാണ് ഹല്ലേലൂയ നമ്മുടെ പേര് പറയാൻ പോകുന്നത്. പക്ഷേ ഈ പേര് അവിടെ കേൾക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിക്കേണ്ട നിലവാരത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെങ്കിലേ ഈ പേര് അവിടെ പ്രസ്താവിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ പേര് അവിടെ പ്രസ്താവിക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ ഒരു സാധാരണ ജീവിതം ജീവിച്ചാലൊന്നും ഹല്ലേലൂയ ആ പേര് അവിടെ പ്രസ്താവിക്കപ്പെടാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തി ഈ ജീവിതം കൊണ്ട് കർത്താവിനെ മാത്രം ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലിന്റെ പേരാണ് അവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ സഭായോഗത്തിൽ നമ്മുടെ പേരെന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുണ്ട്. ഓ, സെൻട്രലിന്റെ കൺവെൻഷനിൽ നമ്മുടെ പേരെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അത് സ്റ്റേറ്റിന്റെ കൺവെൻഷനിൽ പറയുന്നതിലും സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ജനറൽ കൺവെൻഷന് നമ്മുടെ പേരെന്ന് പറയുന്നത് കേട്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. സ്തോത്രം. എന്റെ പേര് അവിടെയൊക്കെ പ്രസ്താവിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ളതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുക. ഇവിടെ ഹല്ലേലൂയ കുമ്പനാട് കൺവെൻഷനോ ഹല്ലേലൂയ ജനറൽ സെൻട്രൽ കൺവെൻഷനോ സ്റ്റേറ്റ് കൺവെൻഷനോ ഒന്നും നമ്മുടെ പേര് പറഞ്ഞില്ലെങ്കിലും പേര് അവിടെ എവിടെങ്ങളിലൊന്നും വന്നില്ലെങ്കിലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പേരുള്ളത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഇവിടെ സന്തോഷിക്കുന്നതിലധികമായി അവിടെ സന്തോഷിക്കാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പേരിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഹല്ലേലൂയ. എങ്ങനെയും വലിയവനാകണം, എങ്ങനെയും നേതാവാകണം, എങ്ങനെയും 10 പേര് 100 പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകണമെന്നുള്ള ചിന്തയോടെ വലിയ പ്രവർത്തികൾ ജീവിക്കുന്നവരാണ് സമൂഹത്തിലുള്ളത്. പക്ഷേ ഹല്ലേലൂയ ഇവിടെ ഈ ലോകത്തിൽ ലഭിക്കുന്ന പേരുകളെല്ലാം നമുക്ക് ഹല്ലേലൂയ നശ്വരമായി ലോകത്തിൽ കിട്ടുന്ന പേരുകൾ നാശോന്മുഖമാണ്. അത് സ്വർഗത്തിലേക്ക് പേരിന് യാതൊരു മൂല്യവുമില്ല. എന്നാൽ ഹല്ലേലൂയ ഇവിടെ കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിച്ച് ഹല്ലേലൂയ നിന്ദയോ പഴിയോ ദൂഷ്യോ അതിന്റെ കഷ്ടനഷ്ടങ്ങളോ വേദനകളോ പട്ടിണിയോ പൈതാഹമോ ഹല്ലേലൂയ എന്ന് വേണ്ട ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിച്ച് ക്ഷമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ പേര് സ്വർഗത്തിൽ ഹല്ലേലൂയ എഴുതപ്പെടുക മാത്രമല്ല ദൂതന്മാരുടെ മുൻപിലും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലും ഏറ്റുപറയുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. ആ ദിനത്തിന് വേണ്ടിയാണ് നമ്മൾ കാതോർക്കേണ്ടത്. ആ ദിനത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ആ ദിനത്തിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലഭിക്കുന്ന അതേ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, നൈമിഷികമാണ്. ഹല്ലേലൂയ. അതേ അധികം നാളൊന്നും ഈ ഭൂമിയിൽ നമ്മൾ ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ചില മിനിറ്റുകളോ സെക്കൻഡുകളോ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നത്. എന്നാൽ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ 1000 10,000 കോടി യുഗങ്ങൾ കർത്താവുമായി സന്തോഷിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ദൈവമക്കൾ. ആ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ ഇവിടെ കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ സേവിച്ചു കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ തത്രപ്പെടുകയാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
ബന്ധപ്പെടാതെ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ജീവിത വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിനെ ആരാധിച്ച് ഹല്ലേലൂയ ജീവിപ്പാൻ നമുക്കിടയായി തീർന്നാൽ കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷം നമുക്ക് ബലമായി തീരും. അതുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത സഭയോട് പറയുന്നത് ഫിലദൽഫിയ സഭയെ കുറിച്ചാണ്. ഫിലദൽഫിയ സഭയെ സംബന്ധിച്ച് പറയുകയാണ്, ഹല്ലേലൂയ അതേ സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവരരുളി ചെയ്യുമെന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഫിലദൽഫിയ എന്ന് പറയുന്നത് സഹോദര സ്നേഹം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. സഹോദര സ്നേഹം, ഫിലദൽഫിയ, പ്രൈസ് ദി ലോർഡ്, സഹോദര സ്നേഹം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവ സ്നേഹമുള്ള ഒരു സഭ, ദൈവ കൃപ പ്രാപിച്ച ഒരു സഭ, ദൈവസന്നിധിയിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയുകയാണ്, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി. ആരാണ് ഈ ഹല്ലേലൂയ പറയപ്പെട്ട വ്യക്തി? സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ താക്കോലുള്ളവനും ആയി. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിയുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹല്ലേലൂയ ആരും അടയ്ക്കാതെ തുറക്കാൻ കഴിയുന്ന ഒരു കർത്താവ് കൊടുക്കണം. ഈ ലോകത്തിൽ നമുക്ക് മുൻപിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടാൽ നമുക്കുള്ള ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ തടയപ്പെട്ടാൽ, നമുക്കുള്ള ഉയർച്ചകൾ തടയപ്പെട്ടാൽ, നമുക്കുള്ള മുന്നേറ്റങ്ങൾ തടയപ്പെട്ടാൽ, നമ്മുടെ ഭാവി തടയപ്പെടുന്നുവെന്ന് ഹല്ലേലൂയ വിചാരിച്ചാൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമക്കളെ, നിന്റെ വാതിലുകൾ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. നിന്റെ വാതിലുകൾ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു വാതിലുണ്ട്. നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അത് തുറന്നവന് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അടയ്ക്കാൻ പറ്റില്ല, ഒരു ശക്തിക്ക് അടയ്ക്കാൻ പറ്റില്ല, ഒരു വ്യക്തിക്ക് അടയ്ക്കാൻ പറ്റില്ല. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ അത് തുറന്നവന് മാത്രമേ അടയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ള വിചാരം നമ്മെ ഭരിക്കണം. മാത്രമല്ല, അത് തുറന്നവൻ കർത്താവാണെങ്കിൽ ആ തുറക്കപ്പെട്ട വാതിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും, നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും, ജീവിതത്തിന്റെ വിടുതലിനും, ജീവിതത്തിന്റെ നന്മയ്ക്കും, ആദ്യ തലമുറയുടെ വിടുതലിനും, തലമുറയുടെ ഭാവിക്കും, കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്കും അത് മുഖാന്തരമായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശത്രു പറയും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുകയില്ല, നിനക്കൊരു ഉയർച്ച ഉണ്ടാകുകയില്ല, നിനക്കൊരു മുന്നേറ്റം ഉണ്ടാകുകയില്ല. ഓ, നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ്, നീ ആരാധിക്കുന്നത് വെറുതെയാണ്, നീ സ്തുതിക്കുന്നത് വെറുതെയാണെന്നൊക്കെ ശത്രു പറയുമായിരിക്കും. പക്ഷേ ഹല്ലേലൂയ, നിന്റെ ആരാധനയുടെ മഹത്വം കാണുന്നത്, നിന്റെ പ്രാർത്ഥനയുടെ മഹത്വം കാണുന്നത് നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ കാണുമ്പോഴാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ക്രിയകൾ അനുഭവിക്കുമ്പോഴാണ് നീ ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. അത് നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലൂടെ നീ അനുഗ്രഹങ്ങളെ, നന്മകളെ പ്രാപിച്ച് അതിലൂടെ പ്രവേശിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നന്മയും, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഉയർച്ചയും പുകഴ്ചയും, ഓ അനുഗ്രഹങ്ങളും, ഹല്ലേലൂയ, എല്ലാം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് ഇടയാകത്തക്കവണ്ണം സ്വർഗ്ഗം നിന്റെ ജീവിതത്തിൽ വലിയ ക്രിയകൾ ചെയ്യും.
അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, തുറന്നിരിക്കുന്ന വാതിൽ നിനക്ക് വേണ്ടിയുള്ള വാതിലാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുക, അടയ്ക്കാതെ വണ്ണം തുറക്കും. അടയ്ക്കാതെ വണ്ണം തുറക്കും. ഈ ഭൂമിയിൽ ആർക്ക് അടയ്ക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോഴ് ദൈവപൈതലേ, നമ്മളൊക്കെ പറയും